ഞാൻ വീട്ടുവേലയ്ക്ക് പോയി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. 2-3 പോയാണ് എൻ്റെ കുടുംബം നോക്കുന്നത്. അപ്പോൾ മോശമായിട്ടാണ് എല്ലാവരും ഒരു 6-7 മണിയോളം ആവും ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക്. അവരെല്ലാവരും മോശമായിട്ട് സംസാരിക്കുമ്പോൾ അതിനെ എതിർത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ പറയാൻ പറ്റാത്ത ഭാഷയിലാണ് അവർ പറയുന്നത്. പലതവണയും പറഞ്ഞിട്ടുണ്ട്, പലതവണയും ഞാൻ അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവർ പറയും നിങ്ങളെ പോലെ തന്നെയാണ് നിങ്ങളെ മക്കളും അഹങ്കാരികളാണ്, നമ്മളെ കാണുമ്പോൾ ഉണ്ടാവത്തിടുന്നില്ല, അത് ചെയ്യുന്നില്ല. അപ്പോഴും ഞാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ പറയുന്നത് വെളിയിൽ പോകുന്നേക്കാളും അവർ കാശ് തരാം, അവരെ കൂട്ടത്തിൽ ജീവിക്കുമെന്നാണ് കേട്ടത്. അങ്ങനെ അതേ ചൊല്ലിയൊക്കെ പലതവണയും വീട്ടിൽ നമ്മളോട് വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു ആ ആളുകൊണ്ടൊക്കെ. പക്ഷേ അത് ഞാൻ എൻ്റെ മോളെടുത്ത് വന്ന് പറയാം, മക്കളെ അമ്മ ഇപ്പം ഈ താമസിച്ച് വന്നത് വീടൊന്നും നമുക്ക് പഞ്ചായത്തിൽ നിന്നും കിട്ടിയതല്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു ചെറിയൊരു ഷീറ്റിട്ട് താമസിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വാർക്കാൻ വേണ്ടിയാണ് ഈ കിടന്ന് രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ അധ്വാനിക്കുന്നത്. അങ്ങനെ അത് കാരണമാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ആ ഏരിയ വഴിയാണ് നമ്മൾ പോവേണ്ടത്. അപ്പോൾ അവിടെ കുടിച്ച് കൊണ്ടിരുന്ന ഒരു മോശമായിട്ടൊക്കെ ഈ അനിൽകുമാർ എന്ന് പറയുന്നതാണ് മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ മറുപടി അതിന് ഒപ്പം പറഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെയേ എൻ്റെ ഇളയ മോൻ്റെ കാതിലെത്തി, ഞാൻ പറഞ്ഞിട്ടല്ല, എങ്ങനെ കാതിലെത്തിയാണ് ചോദിക്കാൻ പോയ ഇതാണ് കാരണം എന്ന് വെച്ചാൽ അവർ പറയാൻ പറ്റുന്ന ഭാഷയാണ് സാർ ആ സമൂഹത്തിൽ നമ്മളെ പറയുന്നത്. അത് സാറ് വന്ന് അനുഭവിച്ചാലേ അറിയാവും. ഒരു പെണ്ണിന് ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യാത്ത രീതിയിലാണ് അവർ പറയുന്നത്. അവർക്ക് അടിമയായി അവിടെ ജീവിക്കുക, അതാണ് ഈ സമൂഹത്തിൽ ആ ഏരിയയിലുള്ളവർ പറയുന്നത്. ഇതിൽ ശക്തമായിട്ട് എനിക്ക് പറയാനും ഒന്നുമില്ല. അത്രമേലാണ് നീചമായിട്ട് എൻ്റെ വീട് കയറി എൻ്റെ കൊച്ചുങ്ങളെ ആക്രമിച്ചത്. ഇത് സത്യമായ കാര്യമാണ്. അവിടെ വന്ന് നോക്കിയാലേ സാറിനറിയാം. നമുക്ക് വഴി വരെ തടഞ്ഞു വെച്ച് നമ്മൾ ഒരു ചവിട്ട് വഴിയോടെയാണ് പോകുന്നത്. അവിടെ ഉള്ള കൂടുതലും സാറിന് ജാതി പറയുന്നത് ഒരു നാണക്കെടുക്കും. അവർ കൂടുതലും നാടാനാണ്. ആ നാടാരെ പേടിച്ച് നമുക്ക് അവിടെ ജീവിക്കാവൂ എന്നുള്ളൊരവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് നമ്മൾ അവിടെ ജീവിക്കുന്നത്. നമുക്ക് 10-15 വർഷം കൊണ്ട് ആ വഴി തടഞ്ഞു വെച്ചിരുന്നായിരുന്നു. വഴി തടഞ്ഞു വെച്ച് ഇപ്പോൾ ഒരു ചവിട്ട് വഴിയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഒരു കൂടെ വെള്ളം എടുത്തുകൊണ്ട് പോവുമെങ്കിൽ ആ മുടുക്കെ ഇടിച്ച് വേണം നമ്മൾ കയറി പോവാം. ഒരു കറണ്ടില്ലായിരുന്നു. ഈ ഇരുട്ടത്താണ് നമ്മൾ എത്രയോ വർഷങ്ങളോളം കൊണ്ട് കടന്നത്. നമുക്ക് കറണ്ട് തരാൻ താമസിക്കൂല. അവർ എന്തെല്ലാം ഈ സമൂഹത്തിൽ അവർ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ അവരവിടെ അടിമയായി ജീവിക്കണമെന്ന്, അവിടത്തുള്ള ആണുങ്ങൾ അടിമയായി നമ്മൾ ജീവിക്കണമെന്ന് പറയുന്നത്. ഈ കൊച്ചു നാളെ തലമുറയിൽ വളർന്നു വരും. ഈ കൊച്ചിൻ്റെ അടുത്തും അവർ ഇത് തന്നെയാണ് ആവർത്തിക്കും. അതെനിക്ക് പറയുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാം. എനിക്ക് അധ്വാനിച്ച് ജീവിക്കണം. ഈ ലോകത്ത് എവിടെ ഇരുന്നാണ് നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം. ആരും മുമ്പിൽ നമുക്ക് കീഴടങ്ങേണ്ട ആവശ്യമില്ല. ഇത്രയും വ്യക്തമായിട്ട് എനിക്കിനി പറയാനൊന്നുമില്ല. അത്ര നീചമായിട്ടാണ് അവിടെ ഉള്ള എല്ലാ ജനങ്ങളും ഈ സമൂഹത്തിലുള്ളവർ നമ്മുടെ അടുത്ത് കാണിക്കുന്നത്. എൻ്റെ മോൻ എത്ര ദിവസമായി ആഹാരം കഴിച്ചിട്ടൊന്നും സാറിനറിയാമോ? അവൻ ഒരു കുടിവെള്ളം ഇറക്കാൻ ആഹാരം കൊടുത്തിട്ട് അവൻ കുടിവെള്ളം ഇറക്കാൻ പറ്റാതിരിക്കുന്നുണ്ട്. ആ ഒരു അമ്മയുടെ ഒരമ്മയ്ക്ക് ഈ ലോകത്ത് ഇത് സംഭവിക്കാൻ പാടില്ല. എൻ്റെ മുമ്പായിട്ട് നീചമായിട്ട് അവർ അടിച്ചത്. എൻ്റെ ഈ മൂത്ത മോൻ അടികൊണ്ട് തളഞ്ഞിരുന്നപ്പോൾ അവർ ഈ കോല് വെച്ചാണ് കിണ്ടിയായിരുന്നത്. അത് ഈ സമൂഹത്തിലേക്ക് അത് മറക്കാൻ കഴിയൂല. ഞാൻ ചെന്ന് കണ്ടു എച്ചിലൊരു വളർത്തിയതാണ് എൻ്റെ 3 മക്കളെ. ആ സമൂഹത്തിൽ ഒരു രൂപ പോലും ഒരു ഗവൺമെന്റിന്റെ ഒരു നാട്ടുകാരെന്നോ ഞാൻ വാങ്ങിച്ചല്ല ഞാൻ വളർത്തിയത്. അത്രമേൽ നീചമായിട്ടാണ് ഈ സമൂഹം നമ്മളെ കാണുന്നത്. നമ്മളും മനുഷ്യരാണ്, നമ്മളെ ജീവിക്കാൻ അനുവദിക്കുക. നമുക്ക് മാനവിക്കാതെ ജീവിക്കണം. അത് എനിക്ക് പറയുള്ളൂ, കൂടുതലൊന്നും ഇനി പറയുള്ളൂ. എൻ്റെ മോന് 6-7 ദിവസം കൊണ്ട് ആഹാരം കഴിക്കാതെ കിടക്കുകയാണ്. അത് ഈ സമൂഹത്തിൽ അവര് മുമ്പേ കൂടെ തിരിച്ചോണ്ട് പോകുന്ന ഒരു സമൂഹമാണ്. അവർ എന്ത് ചെയ്യും നിങ്ങൾക്ക് ചോദിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു സമൂഹം. അതിനി ഓരോ അമ്മയ്ക്കും ഉണ്ടാകാൻ പാടില്ല. ഒരമ്മയുടെ വേദന ഈ സമൂഹത്തോടെ പറയുന്നത്. എൻ്റെ മോന്റെ അവസ്ഥ സാർ പോയി കാണണം. നാക്കും കീറി അവർ നാക്കിനവരെ കീറി വെച്ചിരിക്കുകയാണ്. ആ അവസ്ഥ ഒരമ്മയ്ക്കും ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല. അത്ര എനിക്ക് പറയുള്ളൂ. ഈ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും മാനത്തോടെ ജീവിക്കണം. അവർക്കും ഉണ്ട് മാനവും അഭിമാനവും എല്ലാം.